ഹലോ, വെൽക്കം ബാക്ക് ടു മൈ പബ്സ് ചാനൽ. നിങ്ങളുടെ ലൈഫിൽ ഉടൻ സംഭവിക്കുന്ന മാറ്റങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉടൻ വരുന്ന ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ കളക്റ്റീവായിട്ട് നോക്കുന്നത്. സോ കളക്റ്റീവായിട്ട് എടുക്കുന്ന മെസ്സേജ് ആണ്. ഓൾറൈറ്റ്, സോ ലെറ്റ്സ് സീ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണ് വെരി സൂൺ സംഭവിക്കുന്നത്. ഓൾറൈറ്റ്, സോ നിങ്ങൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ, എസ്പെഷ്യലി നിങ്ങളുടെ എക്സാംസ് ഓർ എന്തെങ്കിലും കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചില സിറ്റുവേഷൻസ് സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ചലഞ്ച് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സോൾവ് ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾ എന്തെങ്കിലും കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എക്സാംസ് ഒക്കെ എഴുതുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ എക്സാംസ് അതിൽ നിങ്ങൾക്ക് നല്ലൊരു സക്സസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾ ചില കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കാം, നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, സൊല്യൂഷൻ, ചില ആളുകൾക്ക് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾക്കൊരു പരിഹരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനുള്ളൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ അത് നിങ്ങളുടെ ലൈഫിലൊരു വലിയൊരു മാറ്റത്തിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ്. ഓക്കെ, സോ എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ ഉടൻ സംഭവിക്കുന്ന ബ്ലെസ്സിങ്സ്, റീബേർത്ത്. ഓക്കെ, സോ നിങ്ങളുടെ ഒരു അവേക്കനിങ് സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് പോലത്തെ ഒരു സിറ്റുവേഷൻ. ഓക്കെ, പെട്ടെന്ന് മേ ബി എന്തെങ്കിലും ചില സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കാം പെട്ടെന്ന് നിങ്ങൾ ഉണരുന്നുണ്ട്. ഓക്കെ, ഒരു ബോധം വെക്കുന്നുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, അല്ലെങ്കിൽ ബോധത്തോട് കൂടിയിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, ഈവൻ നിങ്ങളുടെ ലൈഫിൽ എത്ര ക്രൗഡഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും, ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിലും, എസ്പെഷ്യലി നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളുടെ മാറ്റത്തിന് നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ നിങ്ങളുടെ സിറ്റുവേഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് ഇത്ര കാലമായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ, ആൻഡ് ഈവൻ ആ ഒരു സിറ്റുവേഷനിലും നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും വലിയൊരു മാറ്റം നിങ്ങൾ സെൽഫായിട്ട് ചെയ്യുന്ന ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ സ്വയം നിങ്ങൾ റീബിൽഡ് ചെയ്യുന്നത് പോലെ. ഓക്കെ, സോ ഇതാണ് മേ ബി നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾ എടുക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ ഓർ നിങ്ങളുടെ ഒരു ചേഞ്ച് ആണ് ആക്ച്വലി ചില സിറ്റുവേഷൻ സോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. നിങ്ങളുടെ ആക്ഷൻ, നിങ്ങളുടെ മാറ്റം. ഓക്കെ, ഇത്ര കാലമായിട്ട് നിങ്ങൾ വളരെ കാമായിട്ട് നിന്ന് പോയിട്ടുള്ള ആളുകളായിരിക്കാം. നിങ്ങൾ പ്രതികരിക്കേണ്ട സ്ഥലത്തുനിന്ന് നിങ്ങൾ പ്രതികരിച്ചിട്ടോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. ഓക്കെ, പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എക്സ്ട്രീംലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു വേർഷനാണ് നിങ്ങൾ പുറത്തേക്ക് കാണിക്കുന്നത്. ഓക്കെ, ലൗഡ് ആവുന്നുണ്ട് നിങ്ങളുടെ വോയിസ്. ഓക്കെ, ഗർജിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ ചില കാര്യങ്ങൾ നിങ്ങൾ റിയാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ലൈഫിന്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. കാരണം നിങ്ങളുടെ ലൈഫിന്റെ ചില ആളുകൾക്ക് നിങ്ങളുടെ ലൈഫിന്റെ ഒരു മാറ്റം എന്ന് പറയുന്നത് അത് നിങ്ങളാണ്. നിങ്ങൾ മാറുന്ന സമയത്ത് ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചേഞ്ച് ആവും. നിങ്ങളുടെ എനർജീസ് ഒക്കെ ക്ലെൻസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, റൈറ്റ് ആയിട്ടുള്ള ഒരു എനർജിയിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. സൈലൻസ് ഉണ്ടാവുന്നുണ്ട് ചില പ്ലേസിൽ. നിങ്ങളുടെ സൈലൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ ലൗഡ് വോയിസ് ആവുന്നുണ്ട്. ആൻഡ് ചില ആളുകൾക്ക് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു വെരി സൂൺ സംഭവിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ഒരു ബ്ലെസ്സിങ്, മെയിൻ ആയിട്ട് ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തിയുമായിട്ട് വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കൈൻഡ് ഓഫ് സിറ്റുവേഷൻ. ഓക്കെ, ഒരു ഇന്റിമസി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേഴ്സണെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നതായിരിക്കാം ആഫ്റ്റർ ലോങ് ടൈം. അല്ലെങ്കിൽ മേ ബി നിങ്ങൾ ആദ്യമായിട്ട് ഒരു റിലേഷൻഷിപ്പിൽ വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസിലേക്ക് വരുന്നതായിരിക്കാം. ഓൾറൈറ്റ്, അവർ അങ്ങനത്തെ ഫീലിങ്സ്, അങ്ങനത്തെ കോൺവെർസേഷൻ, ഹെൽത്തി ആയിട്ടുള്ള കോൺവെർസേഷൻ. ഓക്കെ, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ലൈക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇതുവരെ ഇതുപോലത്തെ ഒരു ഇന്റൻസ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവില്ല. ഈവൻ അത് നിങ്ങളുടെ ഒരു മാറ്റമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങൾ ഇങ്ങനെ പ്രതികരിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ ഇതുപോലത്തെ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ എടുത്തിട്ടുണ്ടാവില്ല. ഓർ നിങ്ങൾ ഇതുപോലത്തെ കാര്യങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവില്ല. ഇത്ര ഇന്റൻസ് ആയിട്ടുള്ള ചില ലവ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കില്ല. ഓക്കെ, സോ അതൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റം കൊണ്ടുതരുന്ന ഒരു കാര്യമാണ്. ആൻഡ് പ്ലസ് അത് നിങ്ങളുടെ ഒരു ബ്ലെസ്സിങ് കൂടിയാണ്. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾ അതിന്റെ ഒരു ബെസ്റ്റ് ഫോമിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ലെറ്റ്സ് സീ വാട്ട് മേജർ ബ്ലെസ്സിങ്സ് ആർ കമ്മിങ് ടു യു. നിങ്ങൾ ചില കാര്യത്തിലേക്ക് ഇറങ്ങി തിരിക്കുന്നുണ്ട്. ഓക്കെ, അൺസ്റ്റോപ്പബിൾ ആയി
ആൻഡ് നിങ്ങൾ ചില ആളുകളുടെ ഒരു ട്രൂ നേച്ചർ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് മെയിൻ ആയിട്ട് ആക്ഷൻ എടുക്കുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾക്ക് തോന്നുകയാണ് ചില റിപ്പീറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ, ഓർ നിങ്ങൾ പല തവണ അവസരങ്ങൾ കൊടുത്തിട്ടും വീണ്ടും അതേ കാര്യം ചെയ്യുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ ഒരു ട്രൂ നേച്ചർ നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഓർ നിങ്ങൾ ചില ആളുകളുടെ ഒരു ട്രൂ നേച്ചർ നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുത്തുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ അത് ഡീൽ ചെയ്യുന്നുണ്ട്. സോ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ ഇഗ്നോർ ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ആക്ഷൻ എടുക്കുന്നുണ്ട്. ഓക്കെ, സോ എങ്ങോട്ടെങ്കിലൊക്കെ വെക്കേഷൻ നിങ്ങൾ പോകുന്നുണ്ടായിരിക്കണം. എസ്പെഷ്യലി നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തിയുടെ കൂടെ. ഓക്കെ, ഹോളിഡേ ഓർ മേ ബി ഏതെങ്കിലും ബീച്ച് ഏരിയ ആയിരിക്കാം. ഓക്കെ, ഓർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പ്ലേസസ് ഓർ ഹോട്ട് പ്ലേസസ്, വെള്ളമുള്ള പ്ലേസിലായിരിക്കാം മേ ബി. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് എ റിലാക്സിങ് ടൈം. ചില ആളുകൾക്ക് നിങ്ങളുടെ ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ എന്തെങ്കിലും കൈൻഡ് ഓഫ് റിട്ടയർമെന്റിലേക്ക് വരുന്നുണ്ടായിരിക്കണം. ഓക്കെ, കൈൻഡ് ഓഫ് റിലാക്സ് ചെയ്യുന്ന ഒരു ടൈം. ഓർ ചില ആളുകൾ റിലാക്സ് ചെയ്യുന്നത് നിങ്ങള് സ്പെഷ്യലി നിങ്ങൾ എന്തെങ്കിലും എക്സാംസ് അങ്ങനത്തെ കാര്യങ്ങൾ, ടഫായിട്ടുള്ള എന്തെങ്കിലും ഒരു ചലഞ്ച്, അത് നിങ്ങളുടെ എക്സാം ആയിരിക്കാം, നിങ്ങൾ ഫിനിഷ് ചെയ്യേണ്ട ഒരു ടാസ്ക് ആയിരിക്കാം, അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം, നിങ്ങളുടെ അക്കാഡമിക്കൽ ആയിട്ടുള്ള കാര്യം, നിങ്ങൾ അത് ഫിനിഷ് ചെയ്ത് നിങ്ങൾ റിലാക്സ് ചെയ്യാൻ പോകുന്ന ഒരു ടൈമാണ്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് എ ഹോളിഡേ ഓർ ഇറ്റ്സ് ലൈക്ക് എ ഹണിമൂൺ. ഓക്കെ, what major blessings are coming for you? Let's take one more. Okay, 2 more message for you. New vision. Okay, so നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ വിഷൻ ഉണ്ടാവുക എന്നുള്ളത് നിങ്ങളുടെ ഒരു കൈൻഡ് ഓഫ് ബ്ലെസ്സിങ് ആണ്. ഓക്കെ, സോ അവിടെ നിങ്ങൾ ചില കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യാതിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ വിഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചില സിറ്റുവേഷൻ, നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റം ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. എസ്പെഷ്യലി നിങ്ങൾ പല അവസരങ്ങൾ കൊടുക്കുന്ന സിറ്റുവേഷൻ, അല്ലെങ്കിൽ പല സിറ്റുവേഷൻസ് ഉണ്ടായിട്ടും ഒരു മാറ്റം വരാത്ത ആളുകളോ അല്ലെങ്കിൽ സിറ്റുവേഷനോ ആണെന്നുണ്ടെങ്കിൽ, ആൻഡ് വീണ്ടും നിങ്ങളുടെ ഈ ഒരു പുതിയ വിഷന് വേണ്ടി, നിങ്ങളുടെ ഒരു പുതിയ ഐഡിയ, മേ ബി നിങ്ങൾ എടുത്തിട്ടുള്ള ഒരു തീരുമാനത്തിന് നിങ്ങൾ പിറകോട്ട് പോവരുത്. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾ അൺവാണ്ടഡ് ആയിട്ട് കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്, ആൻഡ് യു ഡോണ്ട് നീഡ് ടു ഡു ദാറ്റ്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾക്കൊരു പുതിയ വിഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങളെ വളരെ നന്നായിട്ടാണ് ലീഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ചില ആളുകൾക്ക് നിങ്ങളുടെ ഒരു പാസ്റ്റ് റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ കംപ്ലീറ്റ്ലി വിട്ടിട്ട് നിങ്ങൾ പുതിയ എന്തെങ്കിലും കാര്യത്തിലേക്ക് വരികയാണ്. ഓക്കെ, പുതിയ റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ, പുതിയ പേഴ്സൺ, പുതിയ എക്സ്പീരിയൻസ്. ഓക്കെ, കാരണം നിങ്ങൾ എന്തൊരു പാസ്റ്റ് സിറ്റുവേഷൻ വിട്ട് കളയുന്ന സമയത്താണ് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ചില എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, നിങ്ങൾ ആക്ച്വലി അവേക്കൻ ആവുന്നത് ആസ് എ ഫെമിനൻ, ആസ് എ മാസ്കുലിൻ, നിങ്ങൾ റിലേഷൻഷിപ്പിൽ അവേക്കൻ ആവുന്നത്, കണക്ട് ചെയ്യുന്നത്. ഓൾറൈറ്റ്, സോ ചില ആളുകളെ നിങ്ങൾ അനാവശ്യമായിട്ടുള്ള പ്ലേസിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാതിരിക്കാം. ഓക്കെ, ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കൊടുക്കുക, പുതിയ കാര്യത്തിലേക്ക് വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് ഓക്കെ എനിക്ക് പഴയ തന്നെ മതി എന്നുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് പുറത്തേക്ക് വരാം. ഓക്കെ, നിങ്ങൾക്ക് അത് ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് റീതിങ്ക് ചെയ്യാം. ഓക്കെ, പക്ഷെ ഈ ഒരു ടൈമിൽ ഒരു ബ്രേക്ക് എടുക്കുക, പുതിയ അവസരത്തിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യാം. ഓക്കെ, ലെറ്റിംഗ് ഗോ. ഈ ഒരു സമയത്ത് ചില കാര്യങ്ങൾ നിങ്ങൾ അതിന്റെ വഴിക്ക് വിട്ടേക്കുക. നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ, ആൻഡ് മെയിൻ ആയിട്ട് നിങ്ങളുടെ മേജർ ബ്ലെസ്സിംഗ് എന്ന് പറയുന്നത് എന്ത് വേഴ്സ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും, എത്ര തിരക്കുള്ള ഒരു പ്ലേസിൽ നിങ്ങൾ പോയി നിന്നാലും നിങ്ങൾക്ക് സെൽഫ് ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ, നിങ്ങളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ, ഓർ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഒരു വലിയൊരു ബ്ലെസ്സിംഗ് ആണ്. ഓക്കെ, സോ ഇതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു റീഡിംഗ് ആയിട്ട് വരുന്ന ഫ്രണ്ട്സിലേക്ക് ഗുഡ് നൈറ്റ്.